ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. എന്താ പറയുക, നമ്മൾ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടില്ലേ കുട്ടികൾക്ക് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളിയൊരു കലത്തപ്പം, അത് കുക്കറപ്പം എന്നൊക്കെ പറയും. അതിന് നമുക്ക് അരമുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ജീരകം, 2 ടേബിൾ സ്പൂണ് വലിയ സ്പൂണിന് ചോറും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ശർക്കര, അതായത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പൊന്ന് അരച്ചെടുക്കണം. ഇതാണ് അമൃതം പൊടി. നമ്മൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോഷക ആഹാരമാണ്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോഷക ആഹാരമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഒരു കപ്പ് അമൃതം പൊടിക്ക് 1 കപ്പ് അളവിൽ തന്നെ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ തേങ്ങയും ചോറും ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ള കൂട്ട് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ ഈ അരപ്പിലേക്ക് ഈ ചൂടോർക്കനെ നമ്മൾ ശർക്കര ഉരുക്കിയത് അരിച്ചത് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു കുറച്ച് കറുത്ത വെള്ളമുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് ഇതേ തിക്നെസ് നമുക്ക് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ഇതേപോലെ കൊത്തിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടായിരുന്നു. ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മാവിൽ ഒന്ന് ഇട്ടിട്ട് കലക്കിയെടുക്കാനാണ്. അങ്ങനെ മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് ബാക്കി അതിൽ തന്നെ ഉണ്ട്. ആ ചൂടോടക്കൽ അതിൽ തന്നെ ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇത് കുറച്ച് അതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് വിസിലില്ലാണ്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുണ്ടാവും. കുറച്ചൊരു 15 മിനിറ്റ് മതി. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ പൊങ്ങി വന്ന് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ടാവും. നമ്മളൊന്ന് പപ്പടക്കമ്പി വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം, ഉള്ളിൽ വെന്തിട്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം നമുക്ക് അതിന് കുക്കറിന് വേർപ്പെടുത്തിയെടുക്കാം. ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. എന്താ ഞാൻ അങ്ങനെ മുറിച്ചെടുക്കുകയാണ്. നല്ല ആകാംക്ഷയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കുന്നതും. അമൃതം പൊടി ഇഷ്ടമില്ലാത്ത എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല കുട്ടികൾ നന്നായിട്ട് കഴിക്കും. നമ്മൾ അമൃതം പൊടി മാത്രമല്ല, അരിപ്പൊടിയും തേങ്ങയും ഒക്കെ ഉണ്ടല്ലോ ഇതിൽ. അതുകൊണ്ട് നന്നായിട്ട് കുട്ടികൾ കഴിക്കും. അമൃതം പൊടിയുടെ ടേസ്റ്റേ ഇതിൽ വരില്ല. അടിപൊളിയായിട്ടാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി വെക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ അമൃതം പൊടി കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.